ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 3 എന്താ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 3ൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ് ലംബ്ഡ് ഹീറ്റ് കണ്ടക്ഷൻ അനാലിസിസ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഡെറിവേഷനും വരാറുണ്ട്, പ്രോബ്ലവും ചോദിക്കാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. സിമിലർലി രണ്ടാമത് വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഫിൻസ് ആണ്. അതിൽ വരുന്ന ടോപ്പിക്കാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്ന്, ഷോർട്ട് ഫിന്ന്, എൻഡ് നോട്ട് ഇൻസുലേറ്റഡ്, ഷോർട്ട് ഫിന്ന്, എൻഡ് ഇൻസുലേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഡെറിവേഷൻ ഇതിൻ്റെ അകത്ത് ചെയ്യും. അപ്പം ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ഫിൻ എൻഡ് നോട്ട് ഇൻസുലേറ്ററിൻ്റെയും ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്ററിൻ്റെയും ഡെറിവേഷൻ്റെ ഒരു റഫ് ഐഡിയ കിട്ടും. സിമിലർലി എല്ലാ പ്രോബ്ലവും ചെയ്യാനുള്ള ജനറൽ പ്രൊസീജിയർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്യുകയും ചെയ്യും. സിമിലർലി മൂന്നാമത്തെ ടോപ്പിക് വരുന്നത് ഹീറ്റ് പൈപ്പാണ്. ചെറിയൊരു തിയറിയാണ്. ഓക്കെ, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും. സിമിലർലി ഹൗ ടു യൂസ് ഡാറ്റ ബുക്ക്, ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട്, അതായത് മൊഡ്യൂൾ 3ക്ക് വേണ്ടിയിട്ട് ഡാറ്റ ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആയിരുന്നു. അപ്പം നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എന്താണെന്നറിയാം. ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ ടൈമിനനുസരിച്ചിട്ടും പൊസിഷനനുസരിച്ചിട്ടും വേരി ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി സ്റ്റഡി സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. സിമിലർലി ആ ബോഡീൻ്റെ ടെമ്പറേച്ചർ ടൈമിനനുസരിച്ചിട്ടും പൊസിഷനനുസരിച്ചിട്ടും വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ബോഡീൻ്റെ സ്റ്റേറ്റിനാണ് നമ്മൾ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുക. അതായത് ഒരു അൺസ്റ്റഡി സ്റ്റേറ്റിനാണ് നമ്മൾ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഡ്യൂറിങ് ദിസ് അൺസ്റ്റഡി സ്റ്റേറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ഈസ് കോൾഡ് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഓഫ് IC എൻജിൻ, ഫ്രീസിങ് ഓഫ് ഫുഡ്, ഇങ്ങനെ കുറച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡിൻ്റെ ഒരു ഡെറിവേഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ആണ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ തെർമൽ റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഈസ് സോ സ്മോൾ. കണ്ടക്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് സ്മോൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഹീറ്റ് ഇത് മാക്സിമം കണ്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡെൽറ്റ ടീനെ നമുക്ക് മാറ്റി എഴുതാം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മൈനസ് ഈ ഒരു എന്താ പറയുക സറൗണ്ടിങ് ടെമ്പറേച്ചറിന് എഴുതാം. അപ്പോൾ HA × T - T ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ നമുക്ക് മാസിന് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതാം. അപ്പോൾ എങ്ങനെ വരും, ρVCp × dT/dt എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ dt-നെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ HA dt = ρVCp × dt/T - T ഇൻഫിനിറ്റി. ഈ T - T ഇൻഫിനിറ്റി നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ 1/T - T ഇൻഫിനിറ്റീൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം. എന്താണ്, log T - T ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, HAT + C1 = ρVCp log T - T ഇൻഫിനിറ്റി എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, HAT - ρVCp + C1 = log T - T ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളൊരു ബൗണ്ടറി കണ്ടീഷൻ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പം അറ്റ് T = 0, T = T0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം 0 ആയിരിക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചറായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമാണ് T വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് C1 കിട്ടും log T0 - T ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു C1ൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, -HAT / ρVCp + log T - T ഇൻഫിനിറ്റി, അതായത് T0 - T ഇൻഫിനിറ്റി = log T - T ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം -HAT / ρVCp
ഈക്വൽ ടു ലോഗ് ടി മൈനസ് ടി ഇൻഫിനിറ്റി മൈനസ് ലോഗ് ടി സീറോ മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിയാം, ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ടേം എങ്ങനെ വരും? ലോഗ് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ലോഗിനെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പൊണൻഷ്യൽ, അതായത് ഈ ഭാഗത്ത് നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കുകയാണ്. സോ ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഇൻറ്റു മൈനസ് എച്ച് എ ടി ഡിവൈഡ് ബൈ റോ വി സി പി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളെ ട്രാൻസിയൻ ഹീറ്റ് കണ്ടക്ഷൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 66 ട്രാൻസിയൻ ഹീറ്റ് കണ്ടക്ഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ അതിന് ആദ്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ HL/K 0.1 താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ H എന്ന് പറഞ്ഞാൽ ആവറേജ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. സിമിലർലി K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി തന്നെയാണ്. ഓക്കെ, ഇതാ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് L തന്നിട്ടുള്ളത് ലെങ്ത് അല്ല, സിഗ്നിഫിക്കൻറ്റ് ലെങ്ത് ആണ്, അതായത് വോളിയം ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മളോട് ജനറലായിട്ട് ചോദിക്കാറുള്ളത് ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസ് ചോദിക്കാറുണ്ട്, L/2. അതായത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് LBH ഡിവൈഡഡ് ബൈ 2BH ചെയ്യുമ്പോൾ L/2 നമുക്ക് ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിലുള്ള ഇക്വേഷൻ കിട്ടും. സിമിലർലി സിലിണ്ടറിൻ്റെ കേസിൽ R/2, സ്ഫിയറിൻ്റെ കേസിൽ R/3, ക്യൂബിൻ്റെ കേസിൽ L/6. അപ്പം ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ബയോട്ട് നമ്പർ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബയോട്ട് നമ്പറിൻ്റെ വാല്യൂ HL/K എന്ന് പറഞ്ഞാൽ 0.1 താഴെ ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നത്. A 15 mm diameter mild steel sphere is exposed to cooling airflow at 20 degrees Celsius. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 mm ഡയമീറ്ററുള്ള മൈൽഡ് സ്റ്റീൽ സ്ഫിയർ എക്സ്പോസ് ചെയ്യാണ് കൂളിംഗ് എയർ ഫ്ലോയിലേക്ക്. എയറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. റിസൾട്ടിങ് ഇൻ കൺവെക്റ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് 120 watt/m² ഡിഗ്രി സെൽഷ്യസ്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൺവെക്ഷൻ ഒക്കെ അറിയത് വിത്ത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H ഈക്വൽ ടു 120 watt/m² ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ചോദിക്കുകയാണ് ഡിറ്റർമൈൻ ടൈം റിക്വയർഡ് ടു കൂൾ ദ സ്ഫിയർ ഫ്രം 550 ഡിഗ്രി സെൽഷ്യസ് ടു 90 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ചോദിക്കുകയാണ് 550 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ആ സ്ഫിയറിന് 90 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താനുള്ള ടൈം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് സ്ഫിയറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചറാണ് 550 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ തന്നിട്ടുള്ളത് T ആണ് 90 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ടേക്ക് K ഈക്വൽ ടു 42 watt/m² ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഡെൻസിറ്റീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, CPയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് 6 തന്നിട്ടുണ്ട്, അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ നമ്മൾ റേഡിയസിലേക്ക് മാറ്റണം ആൻഡ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പം R ഈക്വൽ ടു 0.075 മീറ്റർ എന്നിട്ട്. സിമിലർലി എയറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ സ്ഫിയർ തന്നിട്ടുണ്ട്. പിന്നെ T, അതായത് ഈ ഒരു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം Tയിലുള്ള ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം T ഈക്വൽ ടു 90 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. പിന്നെ K 42 watt/m² ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. റോ തന്നിട്ടുണ്ട്, CP തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ബയോട്ട് നമ്പർ കണ്ടുപിടിച്ചിട്ട് അത് 0.1 താഴെയാണോ നോക്കണം. അപ്പം ഇവിടെ L വരുന്നത് വോളിയം ബൈ ഏരിയ ഈക്വൽ ടു R/3 ആണ് വരുന്നത്. അപ്പം നമുക്ക് ബയോട്ട് നമ്പറിൻ്റെ വാല്യൂ കിട്ടും 0.0025, ദാറ്റ് ഈസ് ലെസ് ദാൻ 0.1. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ഡാറ്റ ബുക്കിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, പേജ് നമ്പർ 66 9th എഡിഷൻ ആണെങ്കിൽ 8th എഡിഷൻ ആണെങ്കിൽ പേജ് നമ്പർ 58 ഉണ്ടാകുക. ഓക്കെ, അപ്പം നമുക്ക് ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, ടീൻ്റെ വാല്യൂ മാത്രമേ കിട്ടാനുള്ളൂ. ഓക്കെ,
അപ്പോൾ 0.132 ഈക്വൽ ടു e⁻51.43t എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുക. ഈ ടീൻ്റെ വാല്യൂ എക്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടും. ഓർ ഈ സൈഡിൽ ലോഗ് എടുക്കുകയാണെങ്കിൽ ലോഗ് 0.132 ഈക്വൽ ടു -51.43t എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ വാല്യൂ കിട്ടും 141.7 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫിന്നാണ്. അപ്പം ഫിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക വഴി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഫിന്നിൻ്റെ തിയറി. അതായത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും പഠിച്ചായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന്. അത് നമുക്ക് ഒരു റെക്റ്റാങ്കുലാർ ഫിന്നിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പം ഇതാണ് ഒരു റെക്റ്റാങ്കുലാർ ഫിന്ന് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്താണിത് L ആൻഡ് y ഈസ് ദ തിക്നെസ് ആൻഡ് b ഈസ് ദ വിഡ്ത്ത്. ഇതിൻ്റെ വോൾ ടെമ്പറേച്ചർ നമ്മൾ TB എന്ന് എടുത്തു ആൻഡ് T∞ എന്ന് എടുത്ത് അതിൻ്റെ എന്താ പറയുക സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ. അപ്പം നമുക്ക് പ്രോബ്ലം ചോദിക്കാറുള്ള കേസ് ഇൻഫിനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിലെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഷോർട്ട് ഫിൻ എൻഡ് നോട്ട് ഇൻസുലേറ്റഡ്, ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിന്നൊക്കെ വരാറുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. സിമിലർലി ഫിൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക ഡാറ്റ ബുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഇവിടെ വരുന്നത്, അതായത് T∞ ഡിവൈഡ് ബൈ TB - T∞ എന്നുള്ളതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഈക്വൽ ടു ലോങ് ഫിന്നിൻ്റെ കേസിൽ e⁻⁻mx ആണ്. സിമിലർലി ഷോർട്ട് ഫിന്നിൻ്റെ കേസിൽ cos HML - x ഡിവൈഡ് ബൈ cos HMLS. അതായത് ഇവിടെ വരുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അല്ല, ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ എടുക്കുമ്പം ഹൈപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വേണം കോസ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അതിനുശേഷം നമ്മൾ ഈ ഒരു m×L - xൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് cos HML - xൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ m എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √HP ഡിവൈഡ് ബൈ K ആണ് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. സിമിലർലി P എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ് ആൻഡ് K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പം നെക്സ്റ്റ് വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ദ ഫിന്ന്, അതായത് ലോങ് ഫിന്നിൻ്റെ കേസിൽ Q ഈക്വൽ ടു TB - T∞ ഇൻറ്റു √HPKA എന്നാണ് ഇക്വേഷൻ വരുന്നത്. സിമിലർലി ഷോർട്ട് ഫിന്നിൻ്റെ കേസിൽ ഇക്വേഷനൊക്കെ ഇവിടെയുണ്ട്. ദെൻ നമുക്ക് വരുന്നത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എഫിഷ്യൻസി ലോങ് ഫിന്നിൻ്റെ കേസിലുള്ള എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം ലോങ് ഫിന്നിൻ്റെ കേസിലെ ഇക്വേഷൻ വരുന്നത് 1/m × L എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ഇവിടെ എഫിഷ്യൻസിയും ചോദിക്കാം, നെക്സ്റ്റ് എഫക്റ്റീവ്നെസ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫിന്നിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് ഫിന്ന് ഡിവൈഡ് ബൈ ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ഫിന്നാണ്. അപ്പോൾ നമുക്ക് വിത്ത് ഫിന്നിൻ്റെ ഇക്വേഷൻസ് ആണ്. അതായത് ഇപ്പം നമുക്ക് ലോങ് ഫിന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ TB - T∞ ഇൻറ്റു HPKA √HPKA കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് ഫിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ഫിന്ന് നമ്മൾ ചെയ്യാം. ഓക്കെ, അതായത് HA × TB - T∞ എന്ന് ചെയ്യുക. അതായത് വിത്തൗട്ട് ഫിന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HA × TB - T∞ ആണ് എല്ലാ കേസിലും. അപ്പം Q വിത്ത് ഫിന്നാണ് മാറുന്നത്. റെക്റ്റാങ്കുലാർ ഫിന്നിൻ്റെ കേസിൽ ഇൻഫിനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിലും ഡെറിവേഷൻ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പ്രോബ്ലത്തിന് ശേഷം നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഇൻഫിനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സിമിലർലി ഈ ഒരു ഇതിൻ്റെ അതായത് ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്ററിൻ്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. സിമിലർലി ഷോർട്ട് ഫിൻ എൻഡ് നോട്ട് ഇൻസുലേറ്ററിൻ്റെയും ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം.
ഓക്കെ, അപ്പം നമ്മളെ പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. എ സ്റ്റീൽ റോഡ് 12 mm in diameter and 60 mm long with an insulated end is to be used as spine. അതായത് 12 mm ഡയമീറ്ററും 60 mm ലെങ്ത്തും ഉള്ള ഒരു സ്റ്റീൽ റോഡ് സ്പൈനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ എൻഡ് ഇൻസുലേറ്റഡ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു സറൗണ്ടിങ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ് 60 ഡിഗ്രി സെൽഷ്യസ്. സറൗണ്ടിങ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് എന്ന്. ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എച്ച് തന്നിട്ടുണ്ട് 55 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് ദ ബേസ് ഓഫ് ദ ഫിൻ ഈസ് 95 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടി ബി തന്നിട്ടുണ്ട് 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് പറയാണ് ഫിന്നിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറയാണ്. ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പൈൻ കണ്ടുപിടിക്കാൻ പറയാണ്. അതായത് ടെമ്പറേച്ചർ അറ്റ് ദ ടിപ്പ്, സ്പൈൻ്റെ ഏറ്റവും എൻഡിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറയാണ്. ദെൻ ദ ഹീറ്റ് ട്രാൻസ്മിഷനും കണ്ടുപിടിക്കാൻ പറയാണ്. അതായത് ക്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, എയറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ടി ബി തന്നിട്ടുണ്ട്, സിമിലർലി കെ തന്നിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി എച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ബുക്കിൽ ഏതാ ഇക്വേഷൻ വരുന്നത് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് തന്നിട്ടുണ്ട്, എൻഡ് ഇൻസുലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഷോർട്ട് ഫിന്ന് എൻഡ് ഇൻസുലേറ്റഡിൻ്റെ കേസാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ, എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. ഫസ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എഫിഷ്യൻസി ആയിരുന്നു. ആൻഡ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ വരുന്നത്. ടാൻ എച്ച് എം എൽ ഡിവൈഡ് ബൈ എം എൽ, എമ്മിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് റൂട്ട് എച്ച് പി ഡിവൈഡ് ബൈ കെ എ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ കേസിൽ 0. അതായത് പൈ ഡി ആണ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡി സ്ക്വയർ. അപ്പം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ആ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പം നമുക്കറിയാം കെൻ്റെ വാല്യൂ 32 തന്നിട്ടുണ്ട്, സിമിലർലി എച്ചിൻ്റെ വാല്യൂ 55 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും 23.93 കിട്ടും. സിമിലർലി എഫിഷ്യൻസി ഓഫ് ദ ഫിന്നിൻ്റെ ഇക്വേഷൻ ടാൻ എച്ച് എം എൽ, അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെന്ന് ആദ്യം നമ്മൾ ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാൻ എച്ച് എം എൽ ഡിവൈഡ് ബൈ 23.93 ഇൻറ്റു 0.06 എന്ന് വരും. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഓഫ് ദ ഫിന്ന് 62% കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടെമ്പറേച്ചർ അറ്റ് ദ എഡ്ജ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാ ബുക്കിൽ നിന്ന് ഇക്വേഷൻ എടുക്കണം. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഡാറ്റാ ബുക്കിലുണ്ട്. ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു കേസിൽ ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്ററിൻ്റെ കേസിൽ വരുന്നത് കോസ് എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എം എൽ ആണ്. സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അറ്റ് ദ എൻഡ്, അതായത് ടിപ്പിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എക്സ് എന്താണ് വരുന്നത്? എൻഡിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ എക്സ് വരുന്നത് എൽ തന്നെയാണ്. സോ കോസ് എച്ച് എൽ മൈനസ് എൽ വരും ഡിവൈഡ് ബൈ കോസ് എച്ച് എം എൽ വരും. സോ ഈ ഒരു ടെമ്പറേച്ചർ ടി എന്ന് പറയുന്നത് ഈ ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സിൻ്റെ വാല്യൂ വേറെയും ചോദിച്ചിട്ട്, അതായത് എക്സിൻ്റെ വാല്യൂ വേറൊരു വാല്യൂ തന്നിട്ടായാലും ക്വസ്റ്റ്യൻ വരാം. സോ നമ്മൾ ഈ ഒരു കേസിൽ എക്സിൻ്റെ വാല്യൂ എൽ തന്നെ എടുത്തിട്ട് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു കോസ് എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എം എൽ. അതായത് നമുക്ക് ഈ ഒരു വാല്യൂസ് എല്ലാം അറിയാം. അതായത് ടി ഇൻഫിനിറ്റിൻ്റെ വാല്യൂ ഗിവൺ ആണ് 60 ആണ്. സിമിലർലി ടി ബിൻ്റെ വാല്യൂ 95 ആണ്. സോ നമുക്ക് ടി 75 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ദ ഫിന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ ഡാറ്റാ ബുക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഫിന്ന് എൻഡ് ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ഫിന്ന് റൂട്ട് എച്ച് പി കെ എ ഇൻറ്റു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ടാൻ എച്ച് എം എൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വാല്യൂസ് ഗിവൺ ആണ്. സോ നമുക്ക് Q ഈക്വൽ ടു 2.7 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹീറ്റ് ഫ്ലോ ത്രൂ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാങ്കുലർ ഫിന്ന് കൺസിഡർ ആണ് വിത്ത് ലെങ്ത്ത് എൽ, വൈ തിക്നെസ് ആൻഡ് ബി വിഡ്ത്ത്. അതിനകത്ത് നമ്മളൊരു സ്മോൾ സെക്ഷൻ കൺസിഡർ ആണ് വിത്ത് ഡി എക്സ് തിക്നെസ്. ഈ ഒരു സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന
ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ നമ്മൾ ക്യു എക്സ് എന്നെടുത്ത്, എക്സിറ്റ് ചെയ്യുന്നത് ക്യു എക്സ് പ്ലസ് ഡി എക്സ് എന്നെടുത്ത്. സിമിലർലി ഇതിന് ചുറ്റും ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കൺവെക്ഷൻ ഒക്കെ അറിയുന്നുണ്ട്. സിമിലർലി ടി ബി ആണ് ബേസ് ടെമ്പറേച്ചർ ആൻഡ് ടി ഇൻഫിനിറ്റി ആണ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എൻ്റർ ചെയ്യുന്ന ഹീറ്റ് ക്യു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യു എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ഹീറ്റ് കൺവെക്റ്റഡ് എന്ന് എഴുതി കൂടെ? സിമിലർലി നമുക്ക് ഫോറിയേഴ്സ് ലോ വെച്ചിട്ട് അറിയാം ക്യു എക്സ് ഈക്വൽ ടു മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അതുപോലെ തന്നെ ക്യു എക്സ് പ്ലസ് ഡി എക്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ക്യു എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ക്യു എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് വരും. അതുപോലെ തന്നെ ഹീറ്റ് കൺവെക്റ്റഡ് എച്ച് എ ഇൻറ്റു ഡെൽറ്റ ടി വരും. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു സ്മോൾ സെക്ഷൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഏരിയ പി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5ഉം 4ഉം 3ഉം 1ലേക്ക് അപ്ലൈ ചെയ്യുമ്പം ക്യു എക്സ് നമുക്ക് കിട്ടും ക്യു എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ക്യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എച്ച് ഇൻറ്റു പി ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യു എക്സും ഈ ഒരു ക്യു എക്സും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പം ബാക്കി വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യു എക്സ് ഡി എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു പ്ലസ് എച്ച് ഇൻറ്റു പി ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യു എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ഇൻറ്റു പി ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡി എക്സും ക്യാൻസൽ ചെയ്യാം. സിമിലർലി ഈ ക്യു എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി. ഈ ടി എന്ന് പറയുന്നത് ആ ഒരു സ്മോൾ സെക്ഷനിലുള്ള ടെമ്പറേച്ചറാണ്. സിമിലർലി നമ്മൾ ഈ മൈനസും ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് കെ എ ഇൻറ്റു ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എച്ച് പി ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ എനെ നമ്മൾ ഇപ്പുറത്തോട്ടെടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ എച്ച് പി ഡിവൈഡ് ബൈ കെ എക്ക് എം സ്ക്വയറിന് വാല്യൂ കൊടുത്തു ആൻഡ് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു തീറ്റ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതായത് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് 3 സൊല്യൂഷൻ ഇതിന് അവൈലബിൾ ആണ്. തീറ്റ ഈക്വൽ ടു C1 ഇ റൈസ് ടു മൈനസ് എം എക്സ് പ്ലസ് C2 ഇ റൈസ് ടു എം എക്സ്, തീറ്റ ഈക്വൽ ടു C1 കോസ് എച്ച് എം എക്സ് പ്ലസ് C2 സൈൻ എച്ച് എം എക്സ്, തീറ്റ ഈക്വൽ ടു C1 കോസ് എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ് പ്ലസ് C2 സൈൻ എച്ച് എം ഇൻറ്റു എൽ മൈനസ് എക്സ്. നമ്മൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിൽ ഈ ഒരു സൊല്യൂഷനാണ് എടുക്കുക. സിമിലർലി ഫിന്ന് എൻഡ് ഇൻസുലേറ്റഡിൻ്റെ കേസിൽ നമ്മൾ ഈ രണ്ടാമത്തെ സൊല്യൂഷനാണ് എടുക്കുക. ആൻഡ് ഫിന്ന് നോട്ട് ഇൻസുലേറ്റഡിൻ്റെ കേസിൽ ഈ മൂന്നാമത്തെ സൊല്യൂഷനാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിൽ 2 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അതായത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പം ടി ഈക്വൽ ടു ടി വി. അതായത് എക്സ് 0 ആയിരിക്കുമ്പം ടി ബേസ് ടെമ്പറേച്ചറിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ് ഇൻഫിനിറ്റി ആയിരിക്കുമ്പം ടി ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് എക്സ് 0 എന്ന് പറയുന്നത് വോളിനോട് ചേർന്ന് നടക്കുന്ന സെക്ഷനാണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ബി ആണ്. ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ആണെങ്കിൽ ഇ റൈസ് ടു 0 നമുക്കറിയാം 1 ആണ്. C1 ഇ റൈസ് ടു 0 പ്ലസ് C2 ഇ റൈസ് ടു 0 എന്ന് വരുമ്പം C1 പ്ലസ് C2 ആയിരിക്കും. അതുപോലെ തന്നെ ടിക്ക് നമ്മൾ ടി ബി എന്ന് കൊടുത്തു. അപ്പോൾ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് കിട്ടും. സിമിലർലി C1 ഇ റൈസ് ടു രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കൊടുക്കുമ്പോൾ C1 ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് C2 ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ് ആൻഡ് ഇ റൈസ് ടു ഇൻഫിനിറ്റി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് C2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു C2ൻ്റെ വാല്യൂ 0 ആണെന്ന് ഈ ഒരു ബൗണ്ടറി കണ്ടീഷനിലെ വാല്യൂ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് C1 ഈക്വൽ ടു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കിട്ടിയ C1ൻ്റെ വാല്യൂയും C2ൻ്റെ വാല്യൂയും C2 0 എന്നും C1 ഈക്വൽ ടു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി എന്നും ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും?
തീറ്റ എന്ന് പറയുന്നത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ആണ്. അതായത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഇൻ കേസ് ഓഫ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എച്ച് എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. സിമിലർലി ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പി ഇൻറ്റു ഡി എക്സ് ആണ് ആൻഡ് ഡെൽറ്റ ടി ടി മൈനസ് ടി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എച്ച് ഇൻറ്റു പി ഡി എക്സ് ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇതിലേക്ക് കൊടുക്കുമ്പോൾ എച്ച് പി ഇൻറ്റു ക്യൂ ഈസ് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എം എക്സ് ഡിവൈഡ് ബൈ മൈനസ് എം ആണ്. നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും ക്യൂ ഈക്വൽ ടു എച്ച് പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ഡിവൈഡ് ബൈ മൈനസ് എം വിത്ത് ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ഇൻറ്റു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് എച്ച് പി ഇൻറ്റു 0 മൈനസ് 1 ബൈ എം ഇൻറ്റു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എം സ്ക്വയറിൻ്റെ വാല്യൂ എച്ച് പി ഡിവൈഡ് ബൈ കെ എ ആണ്. അപ്പം എം ഈക്വൽ ടു റൂട്ട് എച്ച് പി ബൈ കെ എ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ ഈക്വൽ ടു റൂട്ട് എച്ച് പി കെ എ ഇൻറ്റു ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് വരും. ഈ ഇക്വേഷൻ തന്നെയാണ് ഡാറ്റ ബുക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് ഹീറ്റ് പൈപ്പാണ്. ഹീറ്റ് പൈപ്പ് ഈസ് എ ഡിവൈസ് which can transfer heat from one place to another by help of vaporization and condensation of fluid. അതായത് ഹീറ്റ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ദൂരത്തുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് പൈപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് പൈപ്പിൻ്റെ ഏകദേശം ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ സർഫസിൽ വരുന്നത് കോപ്പറാണ് ആൻഡ് ഇന്നറിലൊരു വിക്ക് ലെയർ ഉണ്ട്. ഈ വിക്ക് ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ അബ്സോർബ് ചെയ്യുക, അതായത് ക്യാപ്പിലറി ആക്ഷൻ കാരണം ഫ്യൂവൽ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഒരു ഹീറ്റ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമ്മളൊരു സോഴ്സ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് ഒരു സർഫസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഈ പെന്ന് ഇവിടെ വെച്ചു, അപ്പം ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വരെ നമുക്ക് ഹീറ്റ് ക്യാരി ചെയ്യണം. ആ ക്യാരി ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ഹീറ്റ് പൈപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം സോഴ്സ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു സെക്ഷനിൽ സോഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന സെക്ഷനിൽ വേപ്പറൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. സിമിലർലി ഈ ഒരു സെക്ഷനിൽ കണ്ടൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന സൈഡിൽ നമ്മളൊരു സോളിഡ് മെറ്റീരിയൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ സോളിഡ് മെറ്റീരിയലിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ ഈ കണ്ടൻസ് ചെയ്ത ഫ്ലൂയിഡ് വീണ്ടും ഈ ഒരു വിക്ക് മെറ്റീരിയലിലൂടെ ക്യാപ്പിലറി ആക്ഷൻ കാരണം പിന്നെയും സോഴ്സിൻ്റെ സൈഡിലെത്തും. പിന്നെ ഈ ഒരു പ്രൊസീജിയർ ഒക്യുർ ചെയ്യും. അതായത് ഒരു സൈക്ലിക് ആക്ഷനിൽ ഈ പ്രൊസീജിയർ ഒക്യുർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ഹീറ്റ് പൈപ്പിൻ്റെ വർക്കിംഗ്.